ശിവന് കൈലാസമത ഈ വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. വർഷങ്ങളായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് അടുപ്പമുണ്ട്. ഒരുപാട് സമാധി സ്ഥലത്ത് അവര് പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. കേരളം. നമസ്കാരം. ഈ ശംഖനാദം എവിടെ നിന്നാണെന്നല്ലേ? ഇത് നമ്മുടെ തിരുവനന്തപുരം ബാലരാമപുരം ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപത്തിലെ പൂജ നടക്കുന്ന വേളയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ചില മുറിവുകൾ, 3-4 മുറിവുകൾ കണ്ടു കഴുത്തിലും തലയിലും ഒക്കെ. അപ്പോൾ അത് വീട്ടുകാരതിന് പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്. സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഹൃദയധമനികളിൽ 75% ബ്ലോക്കാണ്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ട്. രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന്. ഇനിയും ഈ കെമിക്കൽ റിപ്പോർട്ട് കൂടി വന്നാലേ ഇതിൻ്റെ കറക്റ്റ് വിവരം കിട്ടത്തുള്ളൂ. ഇന്ന് അവരൊരു പ്രസ് മീറ്റ് അവർ വീട്ടിൽ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കറിയാം ചില ആൾക്കാരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ഇപ്പോൾ ഇദ്ദേഹം അങ്ങ് അവിടെ ഈ സമാധി യോഗീശ്വരനാക്കി മാറ്റുവാനുള്ള ശ്രമത്തിലാണ്. ഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ കളഞ്ഞു കുടിച്ചിട്ടില്ല. കാരണം ഈ ക്ഷേത്ര നടയിൽ ഇവിടെ എന്തൊക്കെ ചെയ്താലും ഭഗവാൻ അറിയാതെ ഞങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റൂല. സമാധി എന്നുള്ള സ്ഥാനം മനസ്സിലാക്കി ഞങ്ങൾ ഓരോന്ന് ചെയ്തെങ്കിലും എനിക്ക് എൻ്റെ അറിവ് വർഷങ്ങളോളം കൊണ്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. വർഷങ്ങളായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് അടുപ്പമുണ്ട്. ഒരുപാട് സമാധി സ്ഥലത്ത് അവര് പോയിട്ടുണ്ട്, എന്നെയും കൊണ്ടുപോയിട്ടുണ്ട്. മരുത്തം ഏതായാലും ശരി, ഇന്നിതൊരു വിവാദമായി ചില മീഡിയയിലൊക്കെ വരുന്നുണ്ട് സംഭവം. എന്തായാലും ശരി, ഇതൊരു യഥാർത്ഥ മരണം എന്തെന്ന് ഇനിയും നമ്മൾ കാത്തിരിക്കണം. അല്ല, അദ്ദേഹം സമാധിയായിരുന്നു. നടന്നു വരുന്നത് എല്ലാ ദിവസവും നടന്ന് ഈ കോവിലിൽ വരുമായിരുന്നല്ലോ. തെറ്റി. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുമായിരുന്നു. നോ, തെറ്റി. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം ഈ സഹപ്രവർത്തകർ പറയുന്നതൊക്കെ ഈ വീട്ടുകാരങ്ങ് ഖണ്ഡിക്കുന്നുണ്ട്. വടി ഒരിക്കലും പിടിച്ചിട്ടില്ല വിഷ്ണുപുരം ചന്ദ്രശേഖരൻ സാറേ. അദ്ദേഹം അമ്പലത്തിൽ സ്ഥിരം പൂജയ്ക്ക് പോകുന്നതായിട്ട് ഇപ്പോൾ പറയുന്നത്. പക്ഷെ മരണസമയത്ത് നമ്മൾ കേട്ട അങ്ങനല്ല. അസുഖമായിട്ട് 3 മാസമായിട്ട് കിടപ്പായിരുന്നെന്നോ നടക്കത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശരി, ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കാണാം. കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് സ്മൂത്ത് ആഹാരമാണ് ഗോപൻ സ്വാമി കഴിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ശരി, ഇരുന്നതും ഈ തലയുടെ ബാക്കില് മുഖത്ത് കഴുത്തിലൊക്കെ മുറിവുകളുണ്ടല്ലോ അമ്മേ, അതിനെക്കുറിച്ച് എന്താ പറയാൻ അഭിപ്രായം? ശിവന് കൈലാസമത ഈ സത്യസന്ധത മാത്രം, അതും ബാക്കില് ഒരിക്കലും ഇല്ല. ഒരിക്കലും ഒരു കൊതു കടിക്കാനാണ് ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കണം. ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ സ്വാമിയെ അനുവദിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. പിന്നെ ഈ മുറിവ് എങ്ങനെ വന്നു? ദിവസം കുളിക്കുന്ന ആളാണ് സ്വാമി. പിന്നെ ദിവസം കുളിക്കണ്ടേ? സ്വാമിമാര് സത്യത്തിൽ എൻ്റെ അറിവ് വെച്ച് 3 പ്രാവശ്യമൊക്കെ കുളിക്കാറുണ്ട്. പിന്നെ ഈ ഗോപസ്വാമി ചുമടൊക്കെ എടുത്ത് നടക്കുന്ന ഒരു സ്വാമി ആയതുകൊണ്ട് ചിലപ്പോൾ സമയം കിട്ടി കാണത്തില്ല. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല അത്. നോ, തഴമ്പാണ്. മുറിവ് എങ്ങനെ തഴമ്പായി മാറും? തഴമ്പിനി മുറിവാകും എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും ശരി, ഇതൊരു
ഇപ്പോഴും ഈ പോസ്റ്റ്മോർട്ടത്തിൽ പോലും ഒരു ക്ലിയറായിട്ടൊരു കാര്യമില്ല. ഇതിനകത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വിഷം ചെന്നെന്നോ അല്ലെങ്കിൽ ഈ മറ്റ് അസുഖങ്ങൾ ഒരു മരണകാരണമായെന്നോ 75% ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു മരണകാരണമായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. പിന്നെ എന്തുവാടെ ഈ നാട്ടിൽ നടക്കുന്ന പഴയ ഒരു കാലത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണോ സമാധി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ്. ഇനി അവിടെ ഒരു മഹായോഗീശ്വര ക്ഷേത്രമായി മാറും. അതിനുള്ള തയ്യാറെടുപ്പുകൾ, പൂജാകർമ്മങ്ങൾ, ഇത്ര ദിവസം പൂജ കഴിഞ്ഞാലേ അവിടെ ഇതൊക്കെ ക്ഷേത്രമായി മാറുകയുള്ളൂ. ക്ഷേത്രമായി കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ കളി അങ്ങ് മാറും. ചതവുകളുണ്ട്, പക്ഷെ അത് മരണ കാരണമല്ല. പക്ഷെ ചതവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകളെന്നാണ്. ചുവട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി വിറക് മുറിക്കുന്ന ആളാണ്, തോളിലെടുക്കുന്ന ആളാണ്. ശരി, ഇത്രയും കൂലിപ്പണിയും വിറക് പണിയൊക്കെ ചെയ്യുന്ന ആളുടെയൊക്കെ തഴമ്പൊക്കെ പൊട്ടും, ചിലപ്പോൾ അങ്ങനെയും വരാം. ഈ മരം തടിയെടുത്ത് ചുമന്ന് ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദുധർമ്മം, സനാതനധർമ്മം, ഹിന്ദുധർമ്മം, സനാതനധർമ്മം നിലനിർത്തി നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം സൈക്കിൾ ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങൾ എന്തായാലും ശരി, ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഈ മകൻ സ്വാമി നേരത്തെ പൂണൂലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉപനയനവും ഒക്കെ ഇതെല്ലാം കഴിഞ്ഞതായിരിക്കും. എന്തായാലും ശരി, മകൻ സ്വാമി കാര്യമായ പൂജകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോഴെല്ലാ ദിവസവും പൂജയുണ്ടോ? ഇല്ല, ശുദ്ധികലശം കഴിഞ്ഞതിന് ശേഷം. അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അത് ശുദ്ധികലശം ചെയ്തതിന് ശേഷം അത് എന്നാണെന്ന് തീരുമാനിച്ചിട്ടില്ല. ഇല്ല, തീരുമാനിച്ചു. അത് കഴിഞ്ഞോടും പൂർവാധികം ഭംഗിയോടുകൂടി തന്നെ തീർച്ചയായിട്ടും അത് സത്യത്തിൽ ഇങ്ങനൊരു എന്തോ സമാധിയുടെ കാര്യം അതൊരു ഇനി നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ വരട്ടെ. ഈ വീട്ടുകാർക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ആഗ്രഹം പറഞ്ഞു, എന്തോ അവിടെ കൊണ്ട് ഇരുത്തി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സത്യമായിരിക്കാം. ഇവർക്കിവിടെ വലിയ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അച്ഛനെ ഇങ്ങനെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പരിപാടി ചെയ്യാൻ താല്പര്യമുള്ളതിനും, പക്ഷേ എന്തായാലും കുറേ ആൾക്കാർ ചേർന്ന് അവിടെ അങ്ങ് മഹാപ്രസ്ഥാനമാക്കി മാറ്റി. അതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. വീട്ടുകാരുടെ മനസ്സിൽ പ്ലാനില്ലാത്ത കാര്യങ്ങളിലേക്ക് അവരെ നയിച്ചത് ഒരു വിഭാഗമാണ്. എന്തായാലും ശരി, അവിടെ എല്ലാ മതസ്ഥർക്കും അവിടെ പ്രവേശനമുണ്ട് എന്ന് മകൻ സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് വിവരങ്ങളൊക്കെ കൂടുതലായി ഒരു പറയണമെങ്കിൽ, മരണം ഇന്നതാണ് എന്നുള്ള ഒരു കാര്യം തീർത്ത് പറയണമെങ്കിൽ ആ കെമിക്കൽ റിപ്പോർട്ട് വരണം. അതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.